എറണാകുളം സെൻറ്റർ മർത്തോമ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ഈ വർഷത്തിലെ 2024 ക്രിസ്മസ് കരോൾ ഷാരോൺ മർത്തോമ ചർച്ച് പാലാരിവട്ടത്ത് വെച്ച് ഡിസംബർ 13 10 മണിയോടെ ആരംഭിച്ചു. 18 ഉപശാഖകളുള്ള എറണാകുളം സെൻറ്റർ സേവികാ സംഘം മർത്തോമ സഭയുടെ കോട്ടയം കൊച്ചി ഡയോസിസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇന്ന് നടന്ന ക്രിസ്മസ് കരോളിൽ 12 പള്ളികളിലെ സേവികാ സംഘ അംഗങ്ങൾ വിവിധ ഇനങ്ങളായ പാട്ട്, സ്കിറ്റ്, ഡാൻസ് എന്നിവയിൽ സസന്തോഷം പങ്കെടുത്തു. എറണാകുളം സെൻറ്റർ സേവികാ സംഘത്തിൻ്റെ പ്രസിഡന്റ് റവറൻ എം ബി സോളമനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വം സെൻറ്ററിനൊരു മുതൽക്കൂട്ടാണ്. അച്ഛൻ കാക്കനാട് ക്രിസ്റ്റോസ് മർത്തോമ ചർച്ചിലെ ഇടവക വികാരിയുമാണ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് സുദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് നടന്ന പ്രോഗ്രാം കാണാം. ഏവർക്കും സന്തോഷകരമായ ക്രിസ്മസും അനുഗ്രഹകരമായ പുതുവത്സരവും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിന് ആതിഥേയത്വം വഹിച്ചത് ഷാരോൺ മർത്തോമ ചർച്ച് പാലാരിവട്ടമാണ്. ഷാരോൺ മർത്തോമ ചർച്ചിൻ്റെ ഇടവക വികാരി റവറൻ ജോർജൻ മാത്യൂസ് ജോണും അസിസ്റ്റന്റ് വികാർ റവറൻ അജു എബ്രഹാമുമാണ്. എറണാകുളം സെൻറ്റർ സേവികാ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. ബീന ഉമ്മൻ, സെൻറ്റ് ജോർജ് മർത്തോമ ചർച്ച് ഫോർട്ട് കൊച്ചി സേവികാ സംഘം സെക്രട്ടറി. കർത്താവിന് മഹത്വം പാടാൻ ഒന്നിക്കുന്ന ഈ വിശുദ്ധ സമയം
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണ്ടി കുരിശിൽപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ആരോട് നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ മനസ്സിലാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അവതരിച്ചതിനാൽ സ്തുതി. അവിടുന്ന് ഞങ്ങളോടുള്ള സ്നേഹത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭയങ്ങളെയൊക്കെ ദൂരീകരിക്കാൻ, ആകുലതകളെ നീക്കുവാൻ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച ഈ സുദിനത്തിന്റെ ഓർമ്മയിൽ എറണാകുളം സെൻട്രൽ സേവിയാ സംഘമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് വരുന്നതിന് അവിടുന്ന് കൃപ ചെയ്യുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ തിരുജന്മത്തിന്റെ സന്തോഷം ഒരു ആഘോഷം എന്നതിനേക്കാൾ അപ്പുറം അനുഭവമായി തീരത്തക്കമാണ് ഈ കൂടിയൊരു മുഖാന്തരമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ആദ്യോടന്തം ഉണ്ടാകണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും അവിടത്തേക്ക് സ്വീകാര്യവും പ്രസാദകരവും ഞങ്ങൾക്ക് അനുഗ്രഹവുമാക്കി തീർക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. വിവിധ ഇടവക സിവിക സംഘത്തിന്റെ ഗായക സംഘങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ദൈവം ഒരുക്കുന്ന ഈ മഹാകൂട്ടായ്മയ്ക്ക് നന്ദിയോടെ സ്തോത്രം. എല്ലാ ക്രമീകരണങ്ങളെയും കർത്താവ് ആസ്വദിക്കണേ. സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നേതൃത്വം നൽകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പലതരത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ അഭിമന്യ തോമസ് തിരുമേനിയും പുതിയൊരു വയസ്സിലേക്കൊക്കെ പ്രവേശിക്കുന്ന ദിവസമാണല്ല. 75 സംവത്സരക്കാലം അവിടുത്തെ അഭിഷേകത്തിന് വഴി നടത്തുന്ന കൃപകൾക്ക് നന്ദിയോടെ സ്തുതി. പിന്നെ കോട്ടയത്ത് വെച്ച് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും പരിപാടികളും ഒക്കെ ദൈവമേ അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് തിരുമേനിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും അവിടുത്തെ അഭിഷേകത്തിനോടുകൂടെ തുടർന്നും ഉണ്ടാകണം. ബലഹീനരായ ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കാവലിലും കരുണയിലും പൊതിഞ്ഞുകൊള്ളണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എറണാകുളം സെന്റർ മാർത്തോമാ സുവിശേഷ സേവികാ സംഘം പ്രസിഡന്റ് എത്രയും ബഹുമാനപ്പെട്ട റവറൻഡ് എം പി സോളമനച്ചൻ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീമതി ആഞ്ചല സൂസൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയയായ വൈദിക സിസ്റ്റർ, എന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സേവികാ സംഘാംഗങ്ങൾ, ഗായക സംഘാംഗങ്ങൾ, അല്ലാതെ തന്നെ ഇവിടെ ഞങ്ങൾക്കെല്ലാം പ്രോത്സാഹനം തരുവാനായി ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്നു. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ.
എറണാകുളം സെന്റർ മാർത്തോമാ സുവിശേഷ സേവികാ സംഘം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MP സോളമൻ അച്ഛൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാക്കനാട് ക്രിസ്തോസ് മാർത്തോമാ ചർച്ചിന്റെ വികാരിയായും സെന്റർ സേവികാ സംഘത്തിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്നു. വളരെ ക്രിയാത്മകമായി സെന്റർ സേവികാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അച്ഛനെ ബഹുമാനപൂർവ്വം സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾക്ക് ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നത് ശ്രീമതി അഞ്ജല സൂസൻ. രാജഗിരി ബിസിനസ് സ്കൂൾ, കൊച്ചി രാജഗിരി ബിസിനസ് സ്കൂളിന്റെ അസോസിയേറ്റ് ഡീനായി പ്രവർത്തിക്കുന്നു. സ്കൂളിംഗ് ഫ്രം ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ, ഗ്രാജുവേഷൻ ഇൻ IT ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, MBA and PhD in Information Systems from IIT Delhi. ഇന്ത്യയിലും വിദേശത്തുമായി പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും 17 വർഷത്തെ സേവന പരിചയം. ഹസ്ബൻഡ് എഞ്ചിനീയർ മിസ്റ്റർ ബോത്തൻ ജോൺ, ചിൽഡ്രൻ ജോൺ, സാര ആൻഡ് റേച്ചൽ, മൂവരും വിദ്യാർത്ഥികളാണ്. വൈറ്റില ചോയ്സ് ഗാർഡനിൽ താമസിക്കുന്നു. കൂടാതെ എളംകുളം ജെറുസലേം മാർത്തോമാ ചർച്ച് മെമ്പർ കൂടിയാണ് ശ്രീമതി അഞ്ജല സൂസൻ. ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് തിരക്കുള്ള ആളാണെങ്കിലും കൂട്ടായ്മകളിലും ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തി വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി അഞ്ജല സൂസൻ. കാരണം അഞ്ജല സൂസൻ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ കൂടിയാണ്. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും കൂടി ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. At this point, I request Center Sevika Sangham Vice President, Mrs. Omana of Kakinad Church, to kindly present an indoor plant to our chief guest. അടുത്തതായി ജെറുസലേം മാർത്തോമാ ചർച്ച് ഇളക്കളം കാഴ്ചവെക്കുന്നു. അന്നൊരു സുന്ദര രാവിൽ എന്ന ഗാനം, അതിന്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ബൈ ലേറ്റ് ശ്രീ PC ചെറിയാൻ ആൻഡ് ഓർഗൻ ഡോക്ടർ ഉഷ ജോൺസൺ. Yeah.
എന്റെ ഈശോയെ ഹല്ലേലൂയ പാടി വാഴ്ത്താം. ക്രിസ്തോസ് മാർത്തോമാ ചർച്ച് കാക്കനാട് അവതരിപ്പിക്കുന്ന മനോഹരമായ ഗാനമാണ് അടുത്തത്. മഞ്ഞ് പെയ്യും രാവിലെന്ന് ബേത്ലഹേമിൽ എന്ന് തുടങ്ങുന്ന ഗാനം. Stars aligned in the sky so bright. Silent night whispers through the night. Angels sing with voices raised. Harmony found in love's embrace. Mary's hope in every glance. Tender heart in loving trance. Pure as snow, her gentle tears. Light of life, the Savior nears. Heavenly light. Oh. Hello.
രാജനിമ്പമായി പറഞ്ഞ് ഉണ്ണിയേശുവിനെ വാഴ്ത്തി പാടുന്നത് നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. താങ്ക് യു. Christmas Ratri. Please bear with us till they take their places on stage. ക്രിസ്മസ് രാത്രി, മഞ്ഞ് പെയ്യുന്ന നനുത്ത രാത്രിയിൽ താരകങ്ങളോടും ദൂതന്മാരോടും ഇടയന്മാരോടുമൊത്ത് പുൽക്കൂട്ടിൽ വന്നു പിറന്ന ഉണ്ണിമിശിഹായെ കാണുവാനായി നമുക്ക് ഏവർക്കും പോയി ഉണ്ണിമിശിഹായെ നമസ്കരിച്ചില്ല.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുന്നു. That was a lovely surprise in the form of a dance come tableau. What is Christmas without the reenactment of that first silent Christmas night with the angels from the realms of glory sing Hosanna in the highest, proclaim the Messiah's birth, peace and joy and goodwill to man on earth. The Jerusalem Mamala Marthoma Church will render the carol Malakaman Padum Ravel.
Thank you, Jerusalem Martoma Church. Such mellifluous singing. Let's give സെൻട്രൽ സേവികാ സംഘം പ്രസിഡന്റും കാക്കനാട് ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ചിന്റെ വികാരിയുമായ ബഹുമാനപ്പെട്ട റവറൻ MP സോളമൻ, നല്ലൊരു ഇടയനെ പോലെ ഞങ്ങൾ സേവികാ സംഘങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലേക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ സ്നേഹവന്ദനം. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ പിറകിലും മുൻപിലും ഒക്കെ ഉണ്ട്. സൗകര്യമായിട്ടിരിക്കണം എന്ന് സ്നേഹം. ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ സന്തോഷം ഓരോ വർഷവും പുതുമകളോടുകൂടെ നമ്മൾ ആചരിക്കുകയാണ്. ആദ്യത്തെ ക്രിസ്മസ് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും തീവ്രമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ ഈ അനുഭവങ്ങൾക്ക് നിറം മങ്ങി ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു എന്നത് നേരിയ തോതിൽ ഇതിന്റെ ഒരു അർത്ഥം അഥവാ സാങ്കത്യം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ക്രിസ്മസിനെ ആഘോഷപൂർവ്വമാക്കി തീർക്കാൻ, കളർഫുൾ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ വളരെ ലഘുവായിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ആഘോഷ പരിപാടിക്ക് തന്നെ എത്രയോ മാസങ്ങൾക്ക് മുൻപേ, ആഴ്ചകൾക്ക് മുൻപേ നമ്മുടെ ശാഖാംഗങ്ങൾ തയ്യാറെടുപ്പ് നടത്തി. യൂണിഫോം, അതിനനുയോജ്യമായ മാല, അതിനനുയോജ്യമായിട്ടുള്ള ചെരുപ്പ്, ചിരി, ഈ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് നമ്മളിനി വന്ന് സംബന്ധിക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ആഘോഷങ്ങളിൽ നമ്മുടെ ഈ അനുഭവത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. യേശുക്രിസ്തുവിനെ കാണാനായി താല്പര്യപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ അനുഭവത്തിന്റെ കഥയാണ് ക്രിസ്മസ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് വിദ്വാൻമാരായിട്ടുള്ള ആളുകളാണ്. അവർ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സൂചന ലഭിച്ചതിന് ശേഷം ദീർഘദൂരം യാത്ര ചെയ്ത് യേശുവിനെ കാണാനായിട്ട് വരികയാണ്. എന്നാൽ അവർ വഴിതെറ്റിപ്പോയി. കൊട്ടാരത്തിൽ അവർ പ്രവേശിക്കുന്നു. കൊട്ടാരത്തിൽ പ്രവേശിച്ച് യേശുവിനെ കാണാനുള്ള സാധ്യതകൾ മങ്ങിയപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു, നമുക്ക് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ അവരുടെ വഴി ഒന്ന് തിരിച്ചു വിടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനവരെ സഹായിച്ച ഒരു നക്ഷത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം യേശുവിനെ കാണുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നതായ ജീവിത അനുഭവങ്ങളിൽ നിന്നെല്ലാം ഒന്ന് ഡയറക്റ്റഡ് ആകുവാനായിട്ട് നമുക്ക് സാധിക്കും. സോ ക്രിസ്മസ് ഈസ് ആക്ച്വലി എ ടൈം ഫോർ ടേക്കിംഗ് എ ഡിസിഷൻ ടു റീഡയറക്റ്റ് അവർ ലൈഫ്. യേശുവിനെ കാണുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതാനുഭവങ്ങളെ അല്പം വഴി മാറ്റുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് ഏറ്റവും അധികം സന്തോഷമായിട്ട് തീരുന്നത്, അനുഭവമായിട്ട് തീരുന്നത്, ആഘോഷത്തെക്കാൾ. അതുപോലെ മറ്റൊരു കൂട്ടം ആളുകളാണ് ആട്ടിടയന്മാരായിട്ടുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്ദേശം ലഭിക്കുന്നത് ഏറ്റവും ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയത്താണ്. പ്രഭാതത്തിൽ ആടുകളോടൊപ്പം തണുത്ത രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ്. നമ്മൾ പറയും വളരെയധികം ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കുന്നു. ഇത് നമുക്ക് സന്ദേശം നൽകുന്നതിനായിട്ട് വന്ന പ്രിയപ്പെട്ട ശ്രീമതി ഏഞ്ചല സൂസൻ, എല്ലാവർക്കും കൃത്യമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള സമയം നമുക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളൊക്കെ സംഭരിക്കുന്നു. Thank you, Acha. Thank you. Church Aluva will now render the carol beautiful voices singing praises to the baby Jesus. Thank you, St. Peter. തിരുവചനത്തിൽ നിന്നും ശ്രമിക്കാം. ബൈബിൾ റീഡിങ്ങിനായി ശ്രീമതി സുജ ജോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം
18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി നിന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരാനാകൊണ്ടും അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കല്ല. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ ഇതൊക്കെയും സംഭവിച്ചു. ജോസഫ് ഉറക്കമുണ്ടെന്നും കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് അവനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഇവിടെ പാഠഭാഗം അവസാനിക്കും. 3 wise men were inspired by the star to travel to Bethlehem. Where is this child who was born? The star led the men from the Orient and rested when it came to where Jesus lay. St. Thomas Martoma Church, Erur, will sing the carol. The 3 wise men were inspired by the star to travel to Bethlehem. Where is this child who was born? The star led the men from the Orient and rested when it came to where Jesus lay. St. Thomas Martoma Church, Erur, will sing the carol. വെള്ളിച്ചെറുമുത്തുകൾ വീണ്ടും മാനത്തൊരു പൊൻതാരം.
സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ സമ്മാനം. ഈ സമ്മാനം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. Thank you, Charlotte Martoma Church, for that foot-tapping melodious carol. ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പെരുമയിനി ജനുവരി 17 കൗശേരി വെച്ചുള്ള മീറ്റിംഗിലാണ് നടക്കുന്നത്. പിന്നീടുള്ള ഏപ്രിൽ നമ്മുടെ മാർച്ച് പതിപ്പാണ്. നിങ്ങളുടെ വിലയേറിയ ആർട്ടിക്കിളും നിങ്ങളുടെ ഇന്റർവ്യൂ അനുഭവസാക്ഷിയൊക്കെ പങ്കുവെക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട്. അത് ഏറ്റവും ചുരുക്കമായിരുന്നാൽ അത്ര നല്ലതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിലും നവംബറിലും ഇറങ്ങിയ കെരിഗ്മയുടെ ബൈബിൾ ക്വിസിന് സമ്മാനം കിട്ടിയവർക്ക് സമ്മാനം കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ നറുക്കെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ഒന്ന് സുഷമ മനോജ്, ഏലൂർ സെന്റ് തോമസ്. ആരെങ്കിലും അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് കൈപ്പറ്റേണ്ടതാണ്. സെക്രട്ടറിമാരായാലും മതി. സുഷമ മനോജ്. രണ്ടാം ഷൈല ഷിബു, എളംകുളം. ഡോക്ടർ ഷൈല ഷിബു, എളംകുളം. സോഫി ജേക്കബ്, കാക്കനാട്. സോഫി ജേക്കബ്, കാക്കനാട്. ഏരിയമ്മ മാത്യു, ഫോട്ടോ വെച്ച്. ഏരിയമ്മ മാത്യു, ഫോട്ടോ വെച്ച്. ജീന ടി ജോൺ, ആലുവ, സെന്റ് പ്രത്യേക കാര്യം കൂടെ അനൗൺസ് ചെയ്ത് നമ്മുടെ മാർത്തോമ സുവിശേഷ സേവിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു കളക്ഷനെ കുറിച്ചാണ്. വനിതാ മന്ദിരം ശതാബ്ദി പ്രോജക്റ്റ്. അത് നമ്മുടെ സെന്ററിലെ എല്ലാ ഇടവകളിലും വിതരണം ചെയ്യാനായിട്ട് കൂപ്പണുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ശാഖയ്ക്കും നിശ്ചിത കൂപ്പണുകൾ വിതരണം ചെയ്യാനായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു കൂപ്പണ് 100 രൂപയാണ്. നമ്മുടെ എല്ലാ ശാഖകളിലും അത് വിൽക്കുകയും അതിന്റെ പണം ഈ ശതാബ്ദി മന്ദിരം പ്രോജക്റ്റിന് വേണ്ടി നൽകുകയും ചെയ്യണം എന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. എല്ലാ സെക്രട്ടറിമാരും ഈ കൂപ്പണുകൾ ഏറ്റുവാങ്ങണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അധിപൻ ഭൂമിയിൽ തീർന്ന ഓർമ്മയെ പുതുക്കുന്നു പാട്ടുമായി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് ആലുവ. ഈ പാട്ടിനൊപ്പം സ്തോത്ര കാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. മണ്ണും പെണ്ണും മാലോകരെല്ലാം മനമോടെ പാടുന്ന സുതൻ.
Martoma Church, Tiruvankulam, who will now sing for us a very vibrant carol. We heard it once this morning, but we do not mind listening to it again. Taram Telugu Raga.
Sebi Rajan Jacob. ക്രിസ്മസ് കരോൾ സർവീസിന്റെ അധ്യക്ഷത വഹിക്കുന്ന സെന്റർ പ്രസിഡന്റ് എൻ വി സോളമനച്ചൻ, പാലാപേട്ടം ഷാരോൺ മാർത്തോമാ ചർച്ച് വികാരി ജോർഡൻ മാത്യൂസ് അച്ഛൻ, മുഖ്യ സന്ദേശം നൽകിയ ശ്രീമതി ഏഞ്ചല സൂസൻ മാത്യു, വന്ധ്യ വൈദികരെ, സേവ്യ സംഘ അംഗങ്ങളെ, ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എറണാകുളം സെൻട്രൽ സേവികാ സംഘത്തിന്റെ 2024 ക്രിസ്മസ് കരോൾ ഇന്ന് നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൂടുവാൻ സാധിച്ച നല്ല സുദിനം. ക്രിസ്മസ് തിരുജനനത്തിന്റെ ആഘോഷമാണ്. രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന മഹാസന്തോഷം ദൂതന്മാർ ലോകത്തോട് പങ്കുവെച്ച സുദിനം. ഈ മഹാസന്തോഷം പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്മസ് ഒരു അനുഭവം ആകുന്നത്. പിതാവേ, നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടത് തന്നെ എന്ന നമ്മുടെ യേശുനാഥാവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ സഫലീകരണം ആണ് നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹ സംഗമം. ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നതിന് ഇവിടെ കടന്നു വന്ന ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിന് ആകാത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നമ്മുടെ സെൻട്രൽ സേവികാ സംഘത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഉചിതമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമ്മുടെ ചിന്തകളെ ഉണർത്തിയ അധ്യക്ഷ പദവിയിലിരിക്കുന്ന സോമനച്ചന്, ഈ സെൻട്രലിൽപ്പെട്ട എല്ലാ ഇടവക സേവികാ സംഘ അംഗങ്ങളെയും ഒന്നിച്ചു കൂട്ടുന്നതിലും സേവികാ സംഘ അംഗങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകി തന്ന് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഇത്രയും മനോഹരമാക്കുവാൻ അച്ഛൻ വഹിച്ച പങ്ക് സുദീർഘമാണ്. അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടെ കടന്നു വന്ന വളരെ കാലോചിതമായ അർത്ഥവത്തായ വ്യത്യസ്തമായ ക്രിസ്തുമസ് നൽകിയ മിസസ് ഏഞ്ചല സൂസൻ മാത്യുവിനോടുള്ള നന്ദി സെൻട്രൽ സേവാ സംഘത്തിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കട്ടെ. പ്രത്യേക വളരെ നല്ലൊരു ദൂതം 3 വനിതകളുടെ 6 സവിശേഷതകൾ വളരെ ഭംഗിയായി നമ്മുടെ ഹൃദയത്തിൽ വരച്ചു കാട്ടിയ ആ സവിശേഷതകൾ ഉള്ളവരാകുവാൻ നമുക്ക് ഏവർക്കും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യാം എന്നെടുത്ത് പറയുന്നു. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഇത്രയും മനോഹരമാക്കുവാൻ, വർണ്ണാഭമാക്കുവാൻ, ചൈതന്യമുള്ളതാകുവാൻ ജോർഡൻ മാത്യൂസ് അച്ഛൻ വഹിച്ച പങ്ക് വളരെ ശ്ലാഘനീയമാണ്. അച്ഛനോടുള്ള നന്ദി സെൻട്രൽ സേവികാ സംഘത്തിന്റെ നാമത്തിൽ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ ഇടവകയുടെ അസിസ്റ്റന്റ് അച്ഛനായ രാജു അബ്രഹാം അച്ഛന്റെ സഹായ സഹകരണം പറയാതെ വയ്യ. അത് വളരെ വിലയേറിയ തന്നെയാണ്. അച്ഛനും എങ്കിലും അച്ഛനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ടിമോത്തിയോസ് റിബേനിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പല അച്ഛന്മാരും കോട്ടയത്ത് പോയിട്ടുള്ളതുകൊണ്ട് പലർക്കും വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റു പല തിരക്കിനിടയിലും പല പരിപാടികളും ഒഴിവാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ അച്ഛന്മാരും ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു. ഈ കരോൾ സർവീസ് ഇത്രയും മനോഹരമാക്കി തീർന്ന 9 ഇടവകകളുടെ സേവികാ സംഘ കൊയർ അംഗങ്ങൾ, ഡാൻസ്, സ്കിറ്റ്, ടാനോ എന്നിവ അവതരിപ്പിച്ചവർ, വേദഭാഗം വായിച്ചവർ ഏവരോടുമുള്ള നന്ദി ഏറ്റവും സന്തോഷത്തോടെ ഞാൻ അറിയിച്ചുകൊണ്ടേ. ഈ ഹോള് ഇത്രയും മനോഹരമായി ഡെക്കറേഷൻ ചെയ്തവർ, ഇതിലേക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത ഷാരോൺ സേവികാ സംഘ അംഗങ്ങൾ, നമ്മെ ഏവരെയും സ്നേഹാദരവോടെ സ്വീകരിച്ച വോളണ്ടിയേഴ്സ്, ഏവരും എത്തുന്നതിന് മുൻപേ ഇവിടെ എത്തി വേണ്ടതായി ഒരുക്കങ്ങൾ ചെയ്ത ഭാരവാഹികൾ, ഇവരുടെ എല്ലാം പേരെടുത്ത് പറയണമെന്നുണ്ട്. സമയമേറെ എടുക്കുമെന്നതിനാൽ അത് ഞാൻ ഒഴിവാക്കുന്നു. ഇതിനെല്ലാം ഒപ്പം കൂടെ നിന്ന് രാജൻ, സതീഷ്, ഇവരെ ഏവരെയും ഏറ്റവും നന്ദിയോടെ ഞാൻ നന്ദി
ചെറിയ ദേശത്തിന്റെ സമാധാനം കണ്ടോ? അതെന്താ കാരണമെന്ന് അറിയാമോ? സാന്റാക്ലോസേ ഞങ്ങളുടെ അച്ഛന്മാരെ ഞങ്ങളെ ക്ഷമിപ്പാനും സഹിപ്പാനും കരുണ കാണിപ്പാനും ഒക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛന്മാരെ ഒന്ന് നോക്കിക്കേ, എന്തോന്ന് നല്ല വയസ്സ അച്ഛന്മാരാണ്. അപ്പോഴേ ഈ സാന്താക്ലോസ് വരുമ്പോഴൊന്നും ശ്രീമതിയെ കൂട്ടത്തില്ല. അതെന്തുകൊണ്ടാണ്? സാന്റയെ കഴിഞ്ഞ വർഷം കണ്ടതില്ലല്ലോ, മണ്ണോ മയന്നൊന്ന് കുറഞ്ഞല്ലോ. എന്താ കാര്യം തന്നെ? സാന്റയ്ക്ക് ഇത്രയും മുടിയുണ്ട്, ആ അച്ഛനോ താഴെ ഇല്ല മുടിയില്ല. എന്താ കാര്യം എന്നറിയാമോ? പെണ്ണ് കെട്ടാൻ പോകുന്ന സമയത്തെ ആരോ പറഞ്ഞു കുന്തളഭംഗി എണ്ണ പറ്റിയോ നല്ലതാണ്. അച്ഛന്റെ താഴെയും പോയി മുടിയും പോയി. അതാണ് കാര്യം. സന്തോഷം. ഞാൻ പരിപാടികൾ ഞാൻ കണ്ടു, പാട്ടുകൾ കണ്ടു, ഡാൻസ് കണ്ടു, മെസ്സേജസ് കണ്ടു. ഇപ്പോഴാണ് ക്രിസ്മസിന്റെ ഒരു സന്തോഷം എനിക്കോ. ഞങ്ങളുടെ കൂടെ നിന്ന് സൺഡേ ചെന്ന അടുത്ത വർഷം എന്നും ഞങ്ങളുടെ കൂടെ വരണം. സാന്റ ഞങ്ങളെ കാണാൻ വരണം കേട്ടോ. ഞങ്ങളുടെ അച്ഛന്മാരെ കണ്ടിട്ട് പോകും. നല്ല നല്ല അച്ഛന്മാരല്ലേ ഇരിക്കുന്നത്. എനിക്കറിയാം അവിടുത്തെ പാട്ടുകളും ഈ വലിയ മക്കളുകളോ നമ്മുടെ സ്വന്തം മക്കളുകളോ ഒക്കെ എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ പള്ളിയെ അറിയിച്ചു അവർക്ക് പാട്ടുകളോടുള്ള പ്രതിപക്ഷ പരിപാടികളോടുള്ള പ്രതിപക്ഷ എനിക്കറിയാം. നമ്മുടെ സ്കെല്ലറിന്റെ ചുമതല വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ സെൻട്രൽ സേവിക സംഘത്തിന്റെ പേരിൽ തിരുമേനിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ തിരുമേനി. Happy birthday, Tirumeni. God bless you and give you many more years of happy and healthy days. Wishing you contentment, joy, peace and hope to last you a lifetime. As we come to the close of this morning's celebration, I would like to, at this juncture, I find it appropriate for me to reiterate that this Christmas celebration would not have been possible had it not been for the spirit of oneness and teamwork each one of you showed. It was indeed a joyful experience listening to the bouquet of Christmas carols rendered by the choir. The skit and dance added charm and delight to this morning's celebration. As we come to a close to this year's Center Sevika Sangham Christmas celebration, we hope you enjoyed the morning spent here just as much as we enjoyed hosting it for you. Thank you everyone for your presence here this morning. We wish you a very Merry Christmas. Please stand for the closing prayer and benediction by Reverend George Matthew Sir.
the close of this morning's celebration, I would like to, at this juncture, I find it appropriate for me to reiterate that this Christmas celebration would not have been possible had it not been for the spirit of oneness and teamwork each one of you showed. It was indeed a joyful experience listening to the bouquet of Christmas carols rendered by the choir. The skit and dance added charm and delight to this morning's celebration. As we come to a close to this year's Center Sevika Sangam Christmas celebration, we hope you enjoyed the morning spent here just as much as we enjoyed hosting it for you. Thank you everyone for your presence here this morning. We wish you a very Merry Christmas. Please stand for the closing prayer and benediction by Reverend George and Matthew Sajid. ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ അവതരിക്കുകയും ഇമ്മാനുവേലായി ഞങ്ങളോട് കൂടിയിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് സെൻട്രൽ സേവികാ സംഘമായി ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിടുവാൻ ഈ പാലാരിവട്ടം ഷാരോൺ മാർത്തോമ ഇടവകയിൽ കൂടി വരുവാൻ കർത്താവെ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള താരതകൾ കഴിവുകളൊക്കെ ദൈവതിരുനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രദർശിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനും നൽകി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ കൂടിവരവ് എപ്രകാരമായിരിക്കണം, ഈ കൂടിവരവിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്, കർത്താവിനെ ഉയർത്തി കാണുവാൻ നമ്മൾ ഇടയാക്കുന്നത്. ഇത് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങൾ കേട്ടതുപോലെ ഹന്നായുടെയും എലിസബത്തിൻ്റെയും മറിയുടെയും ജീവിത മാതൃകകൾ ഞങ്ങളും പിന്തുടരുവാനും കർത്താവെ അതിലൂടെ മറ്റുള്ളവരെ നേടുവാനും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഇടയാക്കണമേ. ഈ സന്തോഷത്താൽ നിറയപ്പെട്ട് ആ സന്തോഷം പങ്കുവെച്ച് തുടർന്നും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സെന്ററിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സോളമനച്ചനായി സെന്റർ ചുമതലക്കാർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത സെവിക്കായി സ്തോത്രം. കർത്താവെ, ഈ ഇടവകയ്ക്കായി സ്തോത്രം. ഇടവക സേവികാ സംഘത്തിനായി സ്തോത്രം. സേവികാ സംഘ ചുമതലക്കാർക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ അധ്വാനം, അവരുടെ പ്രയത്നമൊക്കെ ഏറ്റവും ഫലവത്തായി തീർന്നു ഓർത്ത് സ്തോത്രം. തുടർന്നും എന്നോടുള്ള ബന്ധത്തിൽ തമ്മിലുള്ള സ്നേഹത്തിലും കരുതലിലും കൂട്ടായ്മയിലും കൂടിവരവിലും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകി തരണം. ഭക്ഷിച്ച് ദൈവതിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ മൂലം സഹായിക്കണമേ. ബലഹീനതകളെയും കുറവുകളെയും പൊറുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും വാഴ്വും കാവലും നാം എല്ലാവരോടും ഈ ക്രിസ്മസിന്റെ നാളുകളോടും ജീവിതത്തിന്റെ അന്തങ്ങളോളം കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. താങ്ക് യു.